നമ്മുടെ രാജ്യത്തിന്റെ ചിത്രമെടുത്താൽ വളരെ വിചിത്രമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് എല്ലാ തരത്തിലും ജനങ്ങൾ പ്രയാസം അനുഭവപ്പെടുകയാണ്. എല്ലാ തരത്തിലും പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങളാണ് രാജ്യത്തുള്ളത്. നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ വെച്ച് രാജ്യത്തിന്റെ അവസ്ഥയെ നമ്മൾ കാണരുത്. ദാരിദ്ര്യം, ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ നമ്മുടെ രാജ്യത്താണ്. രാജ്യങ്ങളുടെ പട്ടിക എടുത്താൽ അതില് ഏറ്റവും അവസാനമുള്ള പേരുകളിലാണ് നമ്മുടെ രാജ്യം പെടുന്നത്. അതിന്റെ പിന്നിൽ വളരെ കുറച്ച് രാഷ്ട്രങ്ങളെയും. എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇത്രയും കടുത്ത ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരുന്നത്? നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ നില എടുത്താൽ വിദ്യാഭ്യാസം ലഭിക്കാത്തവർ ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. എന്തുകൊണ്ടാണ്? സാർവത്രിക വിദ്യാഭ്യാസം ഭരണഘടന ഉറപ്പു നൽകിയിട്ടും നമ്മുടെ രാജ്യത്ത് അത് പ്രാവർത്തികമാക്കാൻ കഴിയാത്തത്? നമ്മുടെ രാജ്യത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇവയെല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പുരോഗതി നോക്കിയാൽ പുറകോട്ടാണ് പോകുന്നത് എന്ന് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അത്തരമൊരവസ്ഥ ഉണ്ടാകുന്നത്? രാജ്യത്തിന്റെ മൊത്തം പുരോഗതി അത് വലിയ തോതിൽ പ്രതികൂലമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ജനങ്ങൾ അങ്ങേയറ്റം ദുരിതത്തിലാകുന്നു. ഇവിടെ ഇത്തരം ദുരിതങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങൾ ആ ദുരിതങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ ഇടവരുത് എന്നാണ് ഗവൺമെന്റ് ചിന്തിക്കുന്നത്. നമ്മുടെ രാജ്യത്തിലെ തൊഴിലാളികൾ, ആ തൊഴിലാളികൾ നേടിയെടുത്ത അവകാശങ്ങൾ ഏതെങ്കിലും ഗവൺമെന്റ് സൗജന്യമായി വെച്ചു നീട്ടിയ ദാനങ്ങളായിരുന്നില്ല അത്. കടുത്ത പ്രക്ഷോഭങ്ങളിലൂടെ, സമരങ്ങളിലൂടെ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ച് നിരവധി പേർ ജീവൻ നൽകി നേടിയെടുത്ത നേട്ടങ്ങളാണവ. അവയാണ് ഒറ്റ അടിക്ക് എല്ലാം ഇല്ലാതാക്കുന്ന പുതിയ ലേബർ കോഡ് എന്ന പരിഷ്കരണത്തിലൂടെ കേന്ദ്ര ഗവൺമെന്റ് എടുത്തു കളഞ്ഞത്. ഇപ്പോ തൊഴിലാളികളുടെ സുരക്ഷ ഇല്ലാതായിരിക്കുന്നു. ഏത് ഘട്ടത്തിലും പിരിച്ചുവിടാം. തൊഴിൽ സുരക്ഷ എന്ന ഒന്ന് രാജ്യത്ത് ആവശ്യമില്ല എന്ന് കാണുന്നു. ഇത്തരത്തിലുള്ള ഹീനമായ നടപടികൾ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിലുള്ളതാണ്. കൃഷിക്കാർ നടത്തിയ ശക്തമായ പ്രക്ഷോഭം ഇപ്പോഴും അതേ അവസ്ഥ തുടരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ കടുത്ത വർഗീയത എടുത്തുപയോഗിക്കുകയാണ്. മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കരുത്, ദുരിതത്തെക്കുറിച്ച് ചിന്തിക്കരുത്,
സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കരുത്. അപരമത വിദ്വേഷം, വർഗീയ വികാരം അത്യന്തം ഹീനമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുകയാണ്. ഭക്ഷണത്തിന്റെ പേരിൽ, വസ്ത്രത്തിന്റെ പേരിൽ, ആരാധനാലയങ്ങളുടെ പേരിൽ ആളുകൾക്ക് നേരെ ആക്രമണവും കൊലപാതകങ്ങളും നടക്കുന്നു. എല്ലാം നേരത്തെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നവ. സാധാരണ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ സംരക്ഷണം കൊടുക്കേണ്ടവരാണ് ഗവൺമെന്റ് ഏജൻസികൾ. എന്നാൽ അവരുടെ സംരക്ഷണം ഗവൺമെന്റ് ഏജൻസികളുടെയും സംരക്ഷണം ആക്രമിക്കപ്പെടുന്നവർക്കല്ല, അക്രമികൾക്കാണ് ലഭിക്കുന്നത്. എല്ലാ അക്രമികൾക്കും വലിയ സംരക്ഷണം ഗവൺമെന്റ് ഏജൻസികൾ ലഭിക്കുകയാണ്. കൂടുതൽ ആക്രമണങ്ങൾ അതിന്റെ ഭാഗമായി ഉണ്ടാവുകയാണ്. ഇതാണ് രാജ്യത്തിന്റെ പൊതുവായ ചിത്രം. ഈ പൊതുചിത്രത്തിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക്, നമ്മുടെ കേരളത്തിന് ഈ കഴിഞ്ഞ 10 വർഷമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അഭിമാനിക്കാനുള്ള വക. രാജ്യത്തിന്റെ ഏതെല്ലാം ദുഷിച്ച വശങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു നിലയിലേക്ക് കേരളം ഉയർന്നു നിൽക്കുന്നു.